ക്ഷീരകർഷക മേഖലയിൽ വിജയത്തിളക്കവുമായി തുറവൂർ വളമംഗലം സ്വദേശി പത്മകുമാർ. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് തുറവൂർ 8-ാം വാർഡിൽ വളമംഗലം കുമാരനിലയത്തിൽ പത്മകുമാർ ക്ഷീരകർഷകനായത്. 2 പശുവിൽ തുടങ്ങിയ സംരംഭം ഇപ്പോൾ 30ഓളം പശുക്കളിൽ എത്തി നിൽക്കുന്നു. ക്ഷീരകർഷക മേഖലയിൽ തുടക്കക്കാരനാണെങ്കിൽ പോലും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് പത്മകുമാറിന് തുണയായത്. HF, കാസർഗോഡ് കുള്ളൻ, ജേഴ്സി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതലുമായുമുള്ളത്. ഇവയ്ക്കുള്ള തീറ്റയ്ക്കായി വീടിനോട് ചേർന്നുള്ള 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷിയും നടത്തി വരുന്നുണ്ട്. ഏകദേശം 150 ലിറ്റർ പാലാണ് ദിവസേന വിതരണം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. കൊറോണ കഴിഞ്ഞ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ സ്വയം തൊഴിൽ എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ വരികയും ഒരു പശു ഫാമിംഗ് എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. ആദ്യം കുറേശ്ശെ പശുക്കളെടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 18ഓളം പശുക്കളും അതിൻ്റെ കിടാക്കളായിട്ട് 10-12ഓളം കിടാക്കളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം 200-220 ലിറ്റർ പാൽ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് കുള്ളനൊരെണ്ണമുണ്ട്. അത് ഇതിനോടുള്ള ബഹുമാനം കൊണ്ട് അതിനെ വളർത്തുന്നതാണ്. ഒരു ഫാമിലൊന്നും അതിനെ നിർത്തി നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഗുണവും അതിൻ്റെ പാലിൻ്റെ ഗുണവും എല്ലാം ഓർത്ത് അതിനെ വളർത്തുന്നത് മാത്രമാണ്. പിന്നെ ജേഴ്സി ഉണ്ട്, HF ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള മോഴ പശുക്കളുണ്ട്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മോഴ പശുക്കളും ജേഴ്സിയുമാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ പുൽകൃഷിക്ക് പുൽകൃഷിക്ക് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പിൻ്റെ ഒരു പദ്ധതിയിലൂടെ പുൽകൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ തുറവൂർ മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടറൊക്കെ വളരെയധികം നമുക്ക് സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും എപ്പോൾ വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് എന്ത് വേണേലും ചെയ്തു തരാൻ അവർ സന്നദ്ധരാണ്. ബിസിനസ് നമ്മൾ സ്വയം നോക്കി നടത്തിയാൽ മെച്ചമുള്ളൊരു ബിസിനസ്സാണ്. നല്ല രീതിയിൽ നമുക്ക് പ്രയോജനമുള്ള ബിസിനസ് തന്നെയാണ്. ഞാൻ ഒരു പ്രൈവറ്റ് ഫാമിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അത് കൊറോണ സമയത്ത് അതൊക്കെ നിന്നുപോയി. അതോടുകൂടെ 2-3 വർഷം വെറുതെ ഇരുന്നു. അതിനുശേഷം വീണ്ടും സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ കണ്ടെത്തിയൊരു സംരംഭമാണിത്.